ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. നമ്മൾ R15 V2 വെർഷൻ്റെ ഡിസ്പ്ലേ പ്രോബ്ലം റെഡിയാക്കുന്നൊരു വീഡിയോ ആണ്. നമ്മൾ ഇത് കണ്ടില്ലേ, ഇത് ഫുള്ള് ഫെയ്ഡായി കിടക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ശരിയാക്കാമെന്നാണ്. നമ്മൾ സമയം കളയേണ്ട നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ ഓക്കെ. ഇത് നമ്മളെ കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ചാൽ കറക്റ്റ് കിലോമീറ്റർ ഒന്നും അറിയില്ല, എത്ര ഓടി ഓയിൽ ചേഞ്ച് ഒന്നും കറക്റ്റിൽ മാറ്റി കൊടുക്കാനാവുന്നില്ല. അങ്ങനെ ഈ ഫെയ്ഡായി കിടക്കുന്നുണ്ട്. ആ ഭാഗം കുറച്ച് ഫെയ്ഡായി നല്ലോണം പോയിക്കുക കൊണ്ട് കിലോമീറ്ററിൽ കറക്റ്റ് മാറ്റാനും പറ്റില്ല എന്നാണ് കൊണ്ടുവന്നത്. നമ്മൾ അയച്ചു നോക്കി ഡിസ്പ്ലേ മാറ്റണോ അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഷീറ്റ് മാത്രം മാറ്റിയാൽ മതിയോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമുക്ക് കൊറിയർ സർവീസും ഉണ്ട്. നിങ്ങളെ മീറ്ററും എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്താൽ മതി. നമ്മൾ കൊറിയർ ചെയ്ത് റിട്ടേൺ അയക്കുന്നതായിരിക്കും ക്ലിയർ ആക്കിയിട്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മൾ ഓഫാക്കിയതിന് ശേഷം കണ്ടോ ഉള്ളിൽ റൗണ്ടായിട്ട് ഒരു ബ്ലിങ്ക് മോഡൽ ഫുള്ളായിട്ട് കാണുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കിലോമീറ്ററൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ചേഞ്ച് ഒന്നും കറക്റ്റിന് നമ്മൾ മാറ്റാനാവില്ല. നമുക്ക് കൂടുതൽ ലോങ്ങൊക്കെ ഓടുന്നവരാണെങ്കിൽ ആ കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ നമുക്ക് വണ്ടിക്ക് പണിക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കസ്റ്റമർ പറഞ്ഞത് എങ്ങനെയാണെന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഓക്കെ. നമ്മൾ ആ ഒരു മുകളിലത്തെ സ്ക്രൂ ഒക്കെ അയച്ചെടുക്കണം ഫസ്റ്റ്. അതൊക്കെ നമ്മൾ മുൻകൂട്ടി അയച്ചു വെച്ചാണ് കൂടുതൽ ലാഗാവണ്ട വിചാരിച്ചിട്ട്. ഉള്ളിൽ ഇനിയിപ്പോൾ ഈ ഒരു ഫ്രെയിം അയച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ 2 സ്ക്രൂ ഉണ്ടാവും കൂടി അയച്ചെടുക്കണം. അതിന് ശേഷമാണ് നമുക്ക് ആ ഒരു ഡിസ്പ്ലേ ഊരാൻ കിട്ടുക. അതിൻ്റെ ചെറിയ ഡിസ്പ്ലേ ആണ്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം വർക്ക് ചെയ്യിപ്പിച്ചിട്ട്. കുറച്ച് സൈഡോട്ടായി കിടക്കുന്ന ആ RPMൻ്റെ സൂചി അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നത്. ഫുള്ള് ഫിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കാണിച്ചു തരാൻ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കണ്ടോ. ആ ഒരു കിലോമീറ്ററിൻ്റെ ഭാഗം തീരെ കാണുന്നില്ല. എന്നിപ്പോൾ ഈ സൂചിയൊക്കെ ഊരുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടിപ്പോകാനോ ഡാമേജ് ആനിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ തീർച്ചയായും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ വരുന്നതെന്ന് വെച്ചാൽ പിന്നെ ലെഗ് എന്നാണ് വരുന്നത്, നമ്മളെ പ്രൈസിൻ ടൈപ്പ് ഒന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, നമ്മൾ കാണിച്ചിട്ട് എങ്ങനെ വരേണ്ടതെന്നൊക്കെ. ഇതാണ് ഈ ചെറിയ ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ നേരെ പിന്നിലാണ് കണ്ടോ ആ ഒരു ലെഗ് ഫുള്ള് നമ്മൾ ഡിസോൾഡർ ചെയ്ത് ഊരിയെടുത്താലേ ഡിസ്പ്ലേ ഊരാൻ കിട്ടും. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേക്ക് കട്ടി കുറച്ച് കുറവായി കൊണ്ട് ഊരുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം, ഡാമേജ് ആയിപ്പോൾ സാധ്യതയുണ്ട്. പിന്നെ നമ്മളടുത്ത് കൂടുതലും മെസ്സേജ് ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിസ്പ്ലേ ഒക്കെ ഊരുമ്പോൾ കൂടുതലും പൊട്ടിപ്പോവാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു വരുന്നു. നമ്മൾ ഈ പൊട്ടിപ്പോയാലും നമ്മളെ ഈ മീറ്ററിൻ്റെ കമ്പോണൻസ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അതിൽ കൂടുതലും കപ്പാസിറ്റർ, ഡയോഡ്, അങ്ങനെ പല സാധനങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഈ ഡിസ്പ്ലേ ഒക്കെ നമ്മൾ തള്ളി വരുമ്പോൾ ആ സംഭവത്തിനൊക്കെ എന്തെങ്കിലും സ്ക്രാച്ചോ സംഭവിച്ചാൽ ഡിസ്പ്ലേ പിന്നെ വർക്കാവില്ല. ചിലപ്പോൾ ഡിസ്പ്ലേയിലേക്ക് ലൈന് വരുന്ന എന്തെങ്കിലും കട്ടായി പോകണം. അതുകൊണ്ട് നല്ലോണം നിങ്ങളെ റിസ്കിൽ മാത്രം ചെയ്താൽ മതി. ചെറിയൊരു ഇതിൻ്റെ മീറ്ററിനൊക്കെ പറഞ്ഞാൽ നല്ല റേറ്റ് വരും, 5 രൂപ ആ റേഞ്ച്, 6 രൂപ റേഞ്ചൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു പിന്നെ മീറ്റർ കംപ്ലീറ്റ് മാറ്റേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. അല്ലാണ്ട് നമ്മളെ വീഡിയോ മാത്രം കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞുതരും. നമ്മൾ ഫുൾ സപ്പോർട്ടാണ്. നമ്മൾ എത്ര ആളിപ്പോൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളുമായിട്ട്, ഡിസ്പ്ലേ ആണെങ്കിലും ബോർഡാണെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് കമൻറ്റിൽ വരെ നിങ്ങൾ അങ്ങനെ എന്തോ ചോദിച്ചാൽ അവരെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇടുന്നത്. കൊണ്ടാണ് നിങ്ങളെ മീറ്റർ ഏതോ കംപ്ലയിൻറ്റ് നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി, നമ്മൾ ക്ലിയർ ആക്കി റിട്ടേൺ അയക്കുന്നതാണ്. ഓക്കെ. അങ്ങനെ നമ്മൾ ഡിസ്പ്ലേ ഒക്കെ റിമൂവ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ആ ഒരു ബാക്കിൽ പിന്നത്തെ ആ ഒരു പിന്നെ പോളർ ഫിലിം മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്ത് സെറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ പോളർ ഫിലിം മാറ്റിയാൽ നമുക്ക് 2 മാസം ആകെ ഗ്യാരണ്ടി ഇത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രോബ്ലം ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് എന്തോ വന്നാൽ നമ്മൾ റിട്ടേൺ റെഡിയാക്കി അയക്കുന്ന പറഞ്ഞാണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത്. പുതിയ ഡിസ്പ്ലേ വെച്ച് കൊടുത്താൽ നമ്മൾ 3 മാസം ഗ്യാരണ്ടി കൊടുക്കുന്നത്. രണ്ടും ഒരുപോലെ എന്നാണ് കൊടുക്കുന്നത്. വലിയ മാറ്റമൊന്നും വരില്ല. പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്തിട്ട് ഇതുവരെയായിട്ട് ഒരു കംപ്ലയിൻറ്റും നമുക്ക് ഇതായിട്ടും വന്നില്ല. അതുകൊണ്ട് ചിലതൊക്കെ കമൻറ്റിലൊക്കെ പറയുന്നത് കേൾക്കാം, ഇത് പോളർ ഫിലിം മാറ്റിയാൽ പെട്ടെന്ന് പോകും, അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. നമ്മൾ സ്ഥിരമായിട്ട് മാറ്റി കൊടുക്കുന്നതാണ്. കൂടുതലും നമ്മൾ ഈ ഒരു പോളർ ഫിലിം അല്ല കേട്ടോ മാറ്റില്ല, നമ്മൾ കൂടുതലും നമ്മൾ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്താണ് കൊടുക്കുക. അതുകൊണ്ട് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്താണെങ്കിലും ഇതാണെങ്കിലും രണ്ടിലും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡിസ്പ്ലേ മാറ്റി കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഡിസ്പ്ലേ മാറ്റും ഇതുമായിട്ടൊരു 1300, പിന്നെ ഡിസ്പ്ലേ ഫുള്ളായിട്ട് മാറ്റുമ്പോൾ 1300, ഇത് മാറ്റുമ്പോൾ 800 രൂപ റേഞ്ച് വരും. രണ്ടിനും ഒരേ റിസ്ക്കാണ്. നമ്മൾ ഒന്നുകൂടിയും ഈ ഒരു പോളർ ഫിലിം മാറ്റുന്നതാണ് റിസ്ക് കൂടുതൽ കേട്ടോ. നമ്മളെടുത്ത് ഈ ഒരു പിന്നെ വെർഷൻ 2ൻ്റെ ഡിസ്പ്ലേ സ്റ്റോക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് കസ്റ്റമർ പറഞ്ഞ കുഴപ്പമില്ല അങ്ങനെ വെച്ചാൽ മതി,
പിന്നെ ഞാനും പറഞ്ഞ ഒരു വിഷയം വരില്ല, അങ്ങനെയാണ് 800 രൂപ വരും 400 രൂപേൻ്റെ മാറ്റവും ഉണ്ടാവും. ഇപ്പോൾ സ്റ്റോക്ക് കമ്മിയാണ്, സ്റ്റോക്ക് വരണം എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ അങ്ങനെ ചെയ്താൽ മതി പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. അല്ലെങ്കിൽ അവിടെ സ്റ്റോക്ക് ചെയ്തിട്ട് നമ്മൾ പുതിയ എന്താ വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാൻ കിട്ടും. ഇപ്പോൾ കസ്റ്റമറിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്ത്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഡിസ്പ്ലേൻ്റെ അതൊക്കെ ഫിറ്റ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ വെച്ച് ജസ്റ്റ് നമുക്ക് അതിന്മേൽ ഫിറ്റ് ചെയ്യുമ്പോൾ നോക്കണം. ഫിറ്റ് ചെയ്യുമ്പോൾ ഓരോരോ ലെഗും കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറണം, അതൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ പുറത്തുനിന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ വർക്കിംഗ് നമുക്ക് നോക്കിയിട്ട് ബാക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ കറക്റ്റായിട്ട് ലെഗൊക്കെ ഇറങ്ങി കൊടുത്ത് അതിന് ശേഷം നമുക്ക് കണക്ഷനും കൊടുത്ത് ഓണാക്കി നോക്കാം. പഴയതും ഇതും ഡിഫറൻറ്റ് റെഡി ആയിരിക്കുന്നതെന്ന്. ഇന്നിപ്പോൾ ഫുള്ള് ആരും കണ്ടോ, പുതിയ മീറ്ററിൻ്റെ പുതിയ ഡിസ്പ്ലേൻ്റെ അതേ ഒരു ഇതായി വന്നിരിക്കുന്ന ഒരു പ്രോബ്ലം ഇല്ല. കിലോമീറ്ററും കാര്യങ്ങളെല്ലാം ക്ലിയറാണ്. ഇന്നിപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പിന്നെ ഈ ഒരു പോളർ ഫിലിം മാറ്റുന്ന. ബാക്കിയുള്ള വീഡിയോയിലൊക്കെ കാണിച്ച് തന്നിട്ടുന്നത് കൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. എന്നിപ്പോൾ ഓരോരു വീഡിയോ സംശയം ഓരോ മീറ്ററിൻ്റെ ഞാനിങ്ങനെ എടുക്കുന്ന ഓരോരോ മീറ്ററും ഏത് മോഡലത്തെ ഓരോരാൾക്ക് ഏത് മോഡലാണ് അയക്കുന്നത് നിൽക്കുന്നതൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഓരോരു മീറ്ററിൻ്റെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇങ്ങനത്തെ കണ്ടിന്യൂ ഇടുന്നത്. എന്നിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മീറ്ററോ സർവീസോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മളെ കോൺടാക്റ്റ് നമ്പർ. ഫുള്ള് നീറ്റായി ഓക്കെ ആയി. ഇന്നിപ്പോൾ കണ്ടോ എല്ലോ റെഡിയായി കിട്ടിയിരിക്കുന്നത്. ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പത്തെ കവറും കൂടി ഫിറ്റ് ചെയ്യാനുള്ളൂ. പിന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിയാണ്. അതിന് ശേഷം മുകളിലത്തെ ഗ്ലാസ് കൊടുക്കിയിട്ട് കിലോമീറ്ററും കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കിലോമീറ്റർ വർക്ക് ചെയ്യുന്നത് ഫുൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. നമ്മളെ ഈ ഒരു ഗ്ലാസ്സൊക്കെ മാറ്റിയാൽ പുതിയ പോലെ ഉണ്ടാകും. ഗ്ലാസ് നമ്മളെ സ്റ്റോക്കിലേതായിട്ടാണ്. പിന്നെ കിലോമീറ്റർ കണ്ടോ, കിലോമീറ്റർ ഇപ്പോൾ കറക്റ്റായി കാണുന്നുണ്ട്. നമുക്ക് കറക്റ്റായി നമുക്ക് എത്ര ഓടിയെന്ന് കിലോമീറ്ററൊക്കെ നോക്കി സർവീസ് ചെയ്യാൻ ശരിയാണ്. ഒക്കെ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.